ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആയുഷ് ആൻഡ് ചൈനീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യേണ്ട ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ പഠിച്ച സ്റ്റെപ്സും പിന്നെ ഞാൻ തന്നെ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കണ്ടെത്തിയ സ്റ്റെപ്സും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. ഏത് ചെറിയ കുട്ടികൾക്കായാലും ഈ വീഡിയോ നോക്കിയിട്ട് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടി വരും. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എന്തിനാണ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മിഡിൽ പീസസ് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഇപ്പോൾ എപ്പോഴും വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കും, ദെൻ റെഡിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും, ദെൻ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചു നോക്കിയാലും ഇതൊരിക്കലും ചേഞ്ച് ആവില്ല. ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് വേർഡ്സ് ഒക്കെ പറയും. ഫേസ്, അപ്പ്, റൈറ്റ്, ലെഫ്റ്റ്, ബാക്ക്, പിന്നെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫേസ് നേർക്കുള്ള ഭാഗത്തിന് നമ്മൾ ഫേസ് എന്ന് പറയും. ഇപ്പോൾ ഫേസിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഭാഗം ഈ ഭാഗം ഇതിന് നമ്മൾ ബാക്ക് എന്ന് പറയും. ദെൻ നമ്മൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ കണ്ട് ഈ ലെയർ ഇതിന് അപ്പ് എന്ന് പറയും. ദെൻ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് റൈറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റും. ഇനി അടുത്തത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. ക്ലോക്കിന്റെ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ക്ലോക്ക് വൈസ് എന്നും ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ആൻറ്റി ക്ലോക്ക് വൈസ്. റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു കളർ ഫിൽ ചെയ്യണം. അതിനായിട്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഗ്രീൻ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കളറായ ബ്ലൂ എടുക്കണം. ബ്ലൂവിൻ്റെ പ്ലസ് ഷേപ്പിൽ നമുക്ക് ഗ്രീൻ ആക്കണം. അതിനായിട്ട് 1 2 3 4 ഈ 4 മിഡിൽ ഭാഗത്തേക്ക് നമുക്ക് ഗ്രീൻ എത്തിക്കണം. വൈറ്റ് എടുക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കളർ യെല്ലോ, യെല്ലോയുടെ 4 ഭാഗത്തേക്കും വൈറ്റ് എത്തിക്കണം. ഇപ്പോൾ റെഡാണ്, റെഡിൻ്റെ ഓപ്പോസിറ്റ് കളർ ഓറഞ്ച്, ഓറഞ്ചിൻ്റെ 4 ഭാഗത്തേക്ക് നമ്മൾ റെഡ് എത്തിക്കും. ഇവിടെ ഗ്രീൻ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഗ്രീൻ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കളറായ ബ്ലൂ എടുക്കണം. ബ്ലൂവിൻ്റെ പ്ലസ് ഷേപ്പിൽ നമുക്ക് ഗ്രീൻ ആക്കണം. അതിനായിട്ട് 1 2 3 4 ഈ 4 മിഡിൽ ഭാഗത്തേക്ക് നമുക്ക് ഗ്രീൻ എത്തിക്കണം. അതിനായിട്ട് ഗ്രീൻ എവിടെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്, ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്. അതിന് നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. കാരണം ഈ ഗ്രീന് 3 കളറിൻ്റെ നടുവിലുള്ള ഒരു ഗ്രീന് കണ്ട ഇതിന് നമുക്ക് എത്തിക്കാം. 3 കളറിൻ്റെ നടുവിലുള്ള ഒരു കളറിന് മാത്രമേ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കളറിനെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാം. അതിനായിട്ട് ഇപ്പോൾ ഈ കളർ മോളിയാണല്ലോ ഒക്കെ എടുക്കണം. പിന്നെ ഇതുപോലത്തെ മോളി അല്ലെങ്കിൽ അടിയിൽ വല്ല ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് നമ്മൾ ഈ ലെഫ്റ്റിത്തെ ഈ മിഡിൽ ഭാഗത്തേക്ക് എത്തിക്കണം. അതിനായിട്ട് ഇത് ഫേസ് ആയിട്ട് എടുക്കുക. അതിനുശേഷം ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിത് ടോപ്പിലേക്ക് ഡയറക്റ്റായിട്ട് തിരിക്കാം. അതിനായിട്ട് ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഇത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗ്രീൻ എവിടെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഒരു ഗ്രീൻ ഉണ്ട്, ഇത് നമുക്ക് ഡയറക്റ്റ് ടോപ്പിലേക്ക് എത്തിക്കാം. അതിനായിട്ട് റൈറ്റ് ക്ലോക്ക് വൈസ്. ഈ ഭാഗത്തും ഗ്രീൻ ആയിട്ടുണ്ട്. ഇനി പ്ലസ് ഷേപ്പ് ആവാനായിട്ട് ഈ 2 ഭാഗത്തും കൂടി നമുക്ക് ഗ്രീൻ എത്തിക്കണം. അതിനായിട്ട് ഗ്രീൻ എവിടെയാണെന്ന് നോക്കാം. ദെൻ ഗ്രീൻ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ടോപ്പിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ എത്തിക്കാൻ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഗ്രീൻ പോവും. അതിനായിട്ട് അപ്പ് ക്ലോക്ക് വൈസ്. ഇനി ഇപ്പോൾ അപ്പ് ക്ലോക്ക് വൈസിലേക്ക് തിരിച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് എത്തിക്കാം. അതിനായിട്ട് റൈറ്റ് ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഇത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആകെ ഒരു കളറും കൂടി നമുക്ക് ചെയ്യാനല്ലോ. ആ ഗ്രീൻ എവിടെയാണെന്ന് നോക്കാം. ഗ്രീൻ ഏറ്റവും അടിയിൽ കിടക്കേണ്ട ആ ഗ്രീന്. ഇപ്പോൾ ഏറ്റവും അടിയിൽ ഡയറക്റ്റ് ഇതിന് ഇവിടേക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഇത് ഇങ്ങനെയല്ല ഇരിക്കണം. അപ്പോൾ റൈറ്റ് ക്ലോക്ക് വൈസ് 2 times 1 2. ഇതിപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. 1 2 3 4 ഈ 4 ഭാഗത്തേക്ക് നമുക്ക് ഗ്രീൻ. എല്ലാ ഗ്രീനും സൈഡിലായിട്ട് ഒരു കളർ ഉണ്ടാവും. ഇപ്പോൾ ഈ ഗ്രീൻ്റെ സൈഡിലത്തെ കളർ ഈ സൈഡ് ഭാഗം മാത്രം നോക്കല്ലോ കേട്ടോ, ഈ ഒരെണ്ണം മാത്രം. ഇത് യെല്ലോ, ദെൻ നെക്സ്റ്റ് ഗ്രീൻ്റെ റെഡ്, അടുത്തതിൻ്റെ ഓറഞ്ചും, ദെൻ ലാസ്റ്റത്തേൻ്റെ വൈറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു കളർ നമ്മൾ എടുക്കാം. ഞാൻ ഇപ്പോൾ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗ്രീൻ്റെ യെല്ലോ കളർ, ഈ സൈഡിൽ യെല്ലോ ആണ്. ഈ യെല്ലോ തന്നെ നമുക്ക് മിഡിലും കിട്ടണം. അതിനായിട്ട് നമ്മൾ യെല്ലോനെ ഫേസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ യെല്ലോൻ്റെ ഈ ലെഫ്റ്റ് ഭാഗത്തിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോർഷൻ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ തിരിക്കണം. അപ്പിലോട്ടോ അല്ലെങ്കിൽ ഡൗണിലോട്ടേക്ക് തിരിക്കണം. എന്നാൽ ഇപ്പോൾ ഡൗണിലോട്ടൊക്കെയാണ് നമ്മൾ തിരിക്കണം. 1 ഒരു വശം തിരിച്ചപ്പോൾ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി തിരിച്ചു നോക്കാം. 2
അപ്പോൾ എനിക്ക് 2 ടൈംസ് തിരിച്ചപ്പോൾ എനിക്ക് യെല്ലോ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലവർക്ക് 3 ടൈംസ് തിരിക്കണം, ചിലവർക്ക് 1 ടൈംസ് തിരിച്ചാൽ തന്നെ ഇത് വരും. ഇനി നമുക്ക് ഈ ഗ്രീൻ നമുക്ക് ഡയറക്റ്റ് അടിയിലേക്ക് തിരിക്കണം. ഇവിടെ നമ്മൾ യെല്ലോ എത്തിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ നമുക്ക് ഡയറക്റ്റ് ഏറ്റവും അടിയിലേക്ക് ഇവിടേക്ക് എത്തിക്കണം. അതിനായിട്ട് ഇതിങ്ങനെ ഫേസ് ആക്കി പിടിച്ചതിന് ശേഷം റൈറ്റ് ക്ലോക്ക് വൈസ് 2 ടൈംസ് 1 2 കണ്ട, ഇതിപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗ്രീൻ ചെയ്യാം. ഈ കളർ നമ്മൾ റെഡാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ സൈഡ് കളർ തന്നെ ഈ മിഡിൽ കളർ വരണം. അതിനായിട്ട് നമ്മൾ ഫേസ് ആയി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലെഫ്റ്റിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ 2 പോർഷന് ഡൗണിലോട്ടേക്ക് അല്ലെങ്കിൽ അപ്പിലോട്ടേക്ക് തിരിക്കണം. ഞാൻ ഡൗണിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യണം. 1 ടൈം റൊട്ടേറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് വന്നില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാണ് 2. ഇപ്പോൾ എൻ്റെ 2 ടൈംസ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രീനും ഡയറക്റ്റ് അടിയിലേക്ക് ആക്കാം. അതിനായിട്ട് ഫേസ് ആയി എടുക്കാം. അതിന് ശേഷം റൈറ്റ് ക്ലോക്ക് വൈസ് 2 ടൈംസ് 1 2. ഇതിപ്പോൾ നമ്മളുടെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗ്രീൻ എടുക്കാം. ഇതിൻ്റെ കളറാണ് ഓറഞ്ച്. ഇപ്പം ഞാനത് ഈ സ്റ്റെപ്പ് ചെയ്യാണ് കേട്ടോ. 1. ഇപ്പം എനിക്ക് ഒരു പ്രാവശ്യം തിരിച്ചപ്പോൾ തന്നെ എനിക്ക് ആയിട്ടുണ്ട്. നമുക്കിത് ബാക്കിലോട്ടേക്ക് എത്തിക്കാം. റൈറ്റ് ക്ലോക്ക് വൈസ് 2 ടൈംസ് 1 2. ഇപ്പോൾ ഇത് ബാക്കിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഗ്രീൻ എടുക്കാം. ഇതാണ് വൈറ്റ് ഓൾറെഡി ഫില്ലാണ്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിനെ ബാക്കിലോട്ടേക്ക് എത്തിക്കാം. റൈറ്റ് ക്ലോക്ക് വൈസ് 1 2. ഇതാ ഇപ്പോൾ നമ്മളുടെ ഗ്രീൻ ഫുള്ളായിട്ടുണ്ട്, പ്ലസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്, അതിനെ നമുക്ക് കളയണം. അതിനായിട്ട് നമുക്കിത് ഫേസ് ആയിട്ട് എടുക്കാം. അതിന് ശേഷം റൈറ്റ് ക്ലോക്ക് വൈസ് കണ്ട, ഇതിപ്പോൾ മോണിക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അപ്പ് ക്ലോക്ക് വൈസ്, ഇപ്പോൾ നമ്മൾ ഗ്രീൻ പോയിട്ടുണ്ടല്ലോ, ഇനി റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് പ്ലസ് കിട്ടി. നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1 2 3 4 ഈ 4 കോർണർ പീസസ് ഗ്രീൻ എത്തിക്കണം. ഇത് ഫേസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ മുകളിലത്തെ ഭാഗത്തിൻ്റെ ഈ റൈറ്റ് സൈഡ് ഈ ഭാഗം മാത്രം, ഈ ഭാഗത്ത് ഗ്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഗ്രീൻ ഇല്ല, ഇനി ഈ ഭാഗം ഫേസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയും ഇല്ല, ഇവിടെ ഇല്ല ഗ്രീന്. അപ്പോൾ നമുക്കില്ലേ ഗ്രീന് ഇങ്ങോട്ട് എത്തിക്കണം, ഈ സൈഡ് ഭാഗത്തേക്കായിട്ട്. അത് എത്തിക്കാനായിട്ട് എല്ലാ ഗ്രീനും നമുക്ക് എത്തിക്കാം. പക്ഷെ ഏറ്റവും സുഖമുള്ളതല്ലേ ഈ ഏതെങ്കിലും ഒരു ഭാഗം ഫേസ് ആക്കി എടുക്കുക. അപ്പം ഇതിൻ്റെ ഏറ്റവും ഡൗൺ ഭാഗമല്ലേ ഈ ഭാഗം, ഇതിൻ്റെ റൈറ്റ് സൈഡ് കണ്ടേ ഈ ഒരു ഡോട്ട് മാത്രം. ഇവിടെ ഗ്രീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് എത്തിക്കാം. കണ്ടേ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ എത്തിക്കാൻ നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഫേസ് ആയി എടുത്തിട്ടുണ്ടല്ലോ. ഇനി റൈറ്റ് ക്ലോക്ക് വൈസ് അപ്പ് ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതിപ്പോൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ട. ഇനി സൈഡിലായിട്ട് കളർ ഉണ്ടാവും. അപ്പം ഇവിടെ ഉള്ളത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചും ഇതിൻ്റെ മിഡിൽ പോർഷനായിട്ട് മാച്ച് ചെയ്യേണ്ട രീതിയിൽ വെക്കണം. മിഡിൽ പോർഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ കളർ ആട്ടാം. ഇത് യെല്ലോയുടെ പോർഷൻ, ഇത് റെഡിൻ്റെ പോർഷൻ, ഇത് വൈറ്റിൻ്റെ പോർഷൻ, ഇത് ഓറഞ്ചിൻ്റെ പോർഷൻ, ഇത് ഗ്രീനിൻ്റെ പോർഷൻ, ഇത് ബ്ലൂയുടെ പോർഷൻ. ഇതിപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ പോർഷൻ ഇങ്ങനെ മാച്ച് ആവേണ്ട രീതിയിൽ ഓറഞ്ചിൻ്റെ പോർഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഇത് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫേസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഗ്രീൻ കറക്റ്റ് പൊസിഷനിലാണല്ലോ എടുക്കണത്. ഇപ്പോൾ ഓറഞ്ചും ഗ്രീനും കറക്റ്റ് പൊസിഷനിലേക്ക് എടുക്കണം. ഇനി നമുക്ക് ഈ ഗ്രീന് അടിയിലേക്ക് എത്തിക്കാവുന്നതാണ്. അതിനായിട്ട് ഇത് ഫേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് ക്ലോക്ക് വൈസ് അപ്പ് ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഒരെണ്ണം ഫുള്ളായിട്ടുണ്ട്. ഇനി 1 2 3 ഈ 3 ഭാഗത്തേയും കൂടെ നമുക്ക് ഫുള്ളാക്കാണ്ട്. അതിനായിട്ട് ഗ്രീൻ എവിടെയാന്ന് നോക്കാം. അതാ ഇവിടെ തന്നെ ഒരു ഗ്രീൻ ഉണ്ട് കണ്ട. ഇത് കറക്റ്റ് പൊസിഷന് വേണം. ഇനി ഓറഞ്ചിനെ പൊസിഷനിലേക്ക് കൊണ്ടുപോകണം. ഓറഞ്ച് ബാക്കിൽ അപ്പ് ക്ലോക്ക് വൈസ് 2 ടൈംസ് കണ്ട. ഇതിപ്പോൾ ഓറഞ്ചിൻ്റെ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്, മിഡിൽ കളറിൻ്റെ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില്ലേ മാച്ച് ചെയ്യണം. അതിനായിട്ട് ഫേസ് ആയിട്ട് എടുക്കണത്. അതിനുശേഷം റൈറ്റ് ക്ലോക്ക് വൈസ് അപ്പ് ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. നമുക്കിപ്പോൾ ഈ ഗ്രീൻ ഫുള്ളാക്കേണ്ട വരെ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ ഫുള്ളാക്കണത്. നമുക്ക് അടുത്ത ഗ്രീൻ എവിടെയാന്ന് നോക്കാം. ഇവരുണ്ട്. അതിൻ്റെ സൈഡ് കളർ യെല്ലോ ആണ്. യെല്ലോ ഒരു പൊസിഷൻ ഇത് ഇവിടെ ഉണ്ട്. അപ്പം അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് കണ്ട. ഇതിപ്പോൾ
ഇതിപ്പോൾ എൻ്റെ മിഡിൽ കളറിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതും അടിക്കാക്കാം. അതിനായിട്ട് ഫേസ് ആയിട്ട് എടുക്കാം. റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ അല്ലേ ഇപ്പം 3 ഫില്ലായിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഫില്ലാവും. ഇനി നമുക്ക് അടുത്ത ഗ്രീൻ എവിടെയാണെന്ന് നോക്കാം. ഈ ടോപ്പിക്ക് എടുക്കേണ്ട ഒരു ഗ്രീന്, ഈ ടോപ്പിക്ക് എടുക്കേണ്ട ഗ്രീനെ നമുക്ക് അടിയിലേക്ക് എത്തിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ വെച്ച് നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ അടിയിൽ ഓൾറെഡി ഉള്ളൊരു കട്ട പോവും. അപ്പം നമുക്ക് മുകളിലത്തെ കട്ട അടിയിലേക്ക് എത്തും, പക്ഷെ അടിയിൽ ഓൾറെഡി ഉള്ളൊരു കട്ട പോവും. അതിനായിട്ട് അടിയിൽ ഒന്നുമില്ലാത്ത ഈ ഭാഗത്തേക്ക് ഈ ഗ്രീൻ എത്തിക്കണം. കണ്ട ഈ ഭാഗത്തേക്ക് ഗ്രീൻ എത്തിക്കണം. അതിനായിട്ട് അപ്പ് ക്ലോക്ക് വൈസ്. കണ്ട ഇപ്പം ഇത് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. റൈറ്റ് ക്ലോക്ക് വൈസ്. ഇപ്പം നമുക്കിത് റോങ് ആയിട്ടാണല്ലോ ഈ ഗ്രീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ റോങ് ആയിട്ട് ഗ്രീൻ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ കറക്റ്റ് നമ്മളെ പൊസിഷനായിട്ടും അല്ലെങ്കിൽ ഈ അടിഭാഗത്തായാലും കുഴപ്പമില്ല, നമുക്ക് ഈ കറക്റ്റ് പൊസിഷൻ ചെയ്യാനും കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ ഇത് റോങ് ആയിട്ടാണല്ലോ എടുക്കണം. അപ്പം നമ്മൾ റൈറ്റ് ക്ലോക്ക് വൈസ് അപ്പ് ക്ലോക്ക് വൈസ് 2 ടൈംസ് ഇരിക്കണം. കണ്ട അപ്പ് ക്ലോക്ക് വൈസ് 2 ടൈംസ് 1 2. റോങ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ 2 ടൈംസ് ഇരിക്കണം. കണ്ടപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം നമ്മൾ ഗ്രീൻ ടോപ്പിലെത്തിയിട്ടുണ്ട്. കണ്ട ഈ സൈഡിലായിട്ട് നമ്മൾ ഗ്രീൻ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രീൻ്റെ സൈഡിൽ വൈറ്റ്, ഇപ്പോൾ വൈറ്റിൻ്റെ പൊസിഷൻ ഇതേ ഇവിടേക്ക് ആണ്. അപ്പോൾ നമുക്ക് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ട ഇപ്പം നമ്മൾ വൈറ്റിൻ്റെ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ഫുൾ ഫിനിഷ് ആവും. അപ്പോൾ നമുക്ക് ചെയ്യാം റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ട ഇപ്പം നമ്മൾ ഗ്രീൻ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം ഗ്രീനിൻ്റെ നമ്മൾ ചെരിച്ചിങ്ങനെ പിടിക്കുമ്പോഴില്ലേ ഇവിടെ ടീ കിട്ടിയിട്ടുണ്ടാവും. കണ്ട ടീ. ഇപ്പോൾ ഫുൾ കളറും പിന്നെ ഫുൾ കളറിൻ്റെ ടീ കിട്ടിയിട്ടുണ്ടാവും. ടീ 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 ടീ. ഇപ്പം നിങ്ങൾക്ക് ടീ കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ട മാറിക്കെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ചെയ്ത സ്റ്റെപ്പിലൊക്കെ തെറ്റാണ്. അപ്പോൾ ഒന്നും കൂടി ആദ്യം തൊട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ടീ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഇതുവരെ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം ശരിയാണ്. ഗ്രീനാണ് ഞാൻ ഫസ്റ്റ് ഫിനിഷ് ചെയ്ത കളർ. ഇപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് കളറായ ബ്ലൂ, ഈ ടോപ്പിലത്തെ ഈ ഒരു ഇല്ലേ മിഡിൽ കളറോ അതോ ഈ അടിയത്തെ ഈ ഒരു മിഡിൽ കളറോ അവിടെ ഏതെങ്കിലും രണ്ടെണ്ണത്തിലില്ലേ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ബ്ലൂ വരാണെങ്കിൽ ഇല്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇവിടെ മുകളിലില്ല പക്ഷെ അടിയിൽ ബ്ലൂ ഉണ്ട്. ഇവിടെ മുകളിലില്ല പക്ഷെ അടിയിൽ ബ്ലൂ ഉണ്ട്. ഇവിടെയും അടിയിൽ ബ്ലൂ ഉണ്ട്. ബട്ട് ഇവിടെ രണ്ടെണ്ണത്തിലും ബ്ലൂ ഇല്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ കളറാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് മാത്രമേ നമുക്ക് അടിയിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇതിൻ്റെ അടിയത്തെ കളർ യെല്ലോ ആണ്. അപ്പം നമ്മൾ യെല്ലോയുടെ പൊസിഷനിലേക്ക് കൊണ്ടുപോകണം. അപ്പം അടിയത്തെ കളർ ഏതാണോ അതിൻ്റെ പൊസിഷനിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇപ്പം യെല്ലോ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം യെല്ലോയുടെ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ടോപ്പ് ചെയ്ത കളറിൻ്റെ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലത്തെ ആവും. ഇത് റെഡാണ് ടോപ്പ് ചെയ്ത കളർ. ഇത് ലെഫ്റ്റ് സൈഡിലത്തെ ആണ്. അപ്പോൾ ടോപ്പ് ടു ലെഫ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പം നമുക്ക് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളില്ലേ അപ്പിനെ റൈറ്റിലേക്ക് തിരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് തുടങ്ങാം കേട്ടോ. അപ്പോൾ അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം നമ്മളുടെ ഈ ഭാഗത്ത് ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തപ്പോൾ ഈ ഭാഗത്ത് ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. കണ്ട ഇങ്ങനെ ഏതെങ്കിലും ഒരു കളറിൽ വരും. ഇപ്പം ഈ യെല്ലോ അല്ലെങ്കിൽ നമ്മൾ ടോപ്പിലുണ്ടായിരുന്ന റെഡിൻ്റെ സൈഡിലെങ്കിലും കളർ വരും. അപ്പം എന്തുതന്നെയാലും ഏതെങ്കിലും ഒരു കളർ ഫില്ലായിരിക്കും. നമുക്ക് അടുത്ത കളറിലേക്ക് പോവാം. ഇവിടെ ബ്ലൂ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെടുക്കാൻ പറ്റില്ല. ദെൻ ഇവിടെയും ബ്ലൂ ഉണ്ട്. ഇവിടെ ബ്ലൂ ഇല്ല. കണ്ട ഇവിടെ രണ്ട് ഭാഗത്തും ബ്ലൂ ഇല്ല. അപ്പം നമുക്ക് ഇതിനെടുക്കാം. ഇതിൻ്റെ അടിയത്തെ കളർ റെഡാണ്. അപ്പം നമുക്ക് റെഡിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോകണം. റെഡ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ട ഇതിപ്പോൾ റെഡിൻ്റെ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ചെയ്ത കളർ വൈറ്റ് ആണ്. അപ്പം നമുക്കില്ലേ ഇത് ടോപ്പ് ടു ലെഫ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. വൈറ്റ് പൊസിഷൻ ഇവിടെയാണ്. നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം. അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്,
ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ട ഇപ്പം നമുക്ക് ഇവിടെ ഈ റെഡ് ഫുൾ ഫിനിഷ് ആയി, റെഡിയുടെ ഒരു കട്ട വന്നു. അത് മാത്രമല്ല നമ്മളെ വൈറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് ഒരു വൈറ്റ് കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്തപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഫുൾ ആയിട്ടുണ്ടല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഇവിടെ ബ്ലൂ ഉണ്ട്, അത് പറ്റില്ല. ദെൻ ഇവിടെ ബ്ലൂ ഉണ്ട്, ഇത് പറ്റില്ല. ഇവിടെ ബ്ലൂ ഉണ്ട്, ഇതും പറ്റില്ല. ഇവിടെയും ബ്ലൂ ഉണ്ട്. ഇപ്പം എല്ലാ സ്ഥലത്തും ബ്ലൂ ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കളർ അടിഭാഗത്തുള്ള ഏതെങ്കിലും ഒരു കളർ നോക്കണം. ആ കളറും പിന്നെ അതിന് തൊട്ടപ്പുറത്തെ കളർ ഫില്ലായി ഇരിക്കരുത്. കണ്ടോ ഇപ്പം ബ്ലൂവും യെല്ലോവും ഫിനിഷ് ആയിട്ടില്ല, വൈറ്റും ഫിനിഷ് ആയിട്ടില്ല. അപ്പം ഈ കളറും ഫിനിഷ് ആയിട്ടില്ല. അപ്പം ഈ കളറും അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലത്തെ ഏതെങ്കിലും ഒരു കളർ ഫില്ലായിട്ടില്ല. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഓറഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ ടോപ്പ് ടു റൈറ്റ് സ്റ്റെപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ടോപ്പ് ടു റൈറ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഓറഞ്ച് ഫിനിഷ് ആവും. ബട്ട് ഇതിന് ടോപ്പിലുള്ള ഈ ബ്ലൂ ഇല്ലേ, ഈ ഓറഞ്ച് ഈ വൈറ്റിൻ്റെ ഈ ഒരു ഭാഗം ഫില്ലായിട്ടില്ലല്ലോ, അവിടേക്ക് എത്തും. ഇപ്പോൾ വൈറ്റ് ഫില്ലല്ലല്ലോ, അപ്പം നമുക്ക് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഈ സ്റ്റെപ്പിൽ ഇത് ഇപ്പം നമുക്കില്ലേ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ അല്ലേ വൈറ്റ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്കില്ലേ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളില്ലേ യെല്ലോയിൽ അവിടേക്ക്. അപ്പോൾ ടോപ്പ് ടു ലെഫ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. പിന്നെ ടോപ്പ് ടു റൈറ്റ് സ്റ്റെപ്പാണ് കാണിച്ചു തരുന്നത്. ടോപ്പ് ടു റൈറ്റ് സ്റ്റെപ്പിന് ഫസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്. കണ്ട ഇപ്പം നമ്മളുടെ ഓറഞ്ച് ഇവിടെ ഫില്ലായിട്ടുണ്ട്, പക്ഷെ ഇവിടേക്ക് ബ്ലൂ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. ബ്ലൂ ഇവിടെ വൈറ്റ് ഓൾറെഡി ഫില്ലായിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ എടുക്കാം. ഇവിടെ ബ്ലൂ ഉണ്ട്, അത് പറ്റില്ല. അപ്പോൾ ഇവിടെ ടോപ്പിൽ ബ്ലൂ ഉണ്ട്, അപ്പോൾ ഇതും ചെയ്യാൻ പറ്റില്ല. ദെൻ ഇവിടെ രണ്ട് ഭാഗത്തും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അടിയത്തെ കളർ ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോകണം. ഓറഞ്ച് ഏറ്റവും ബാക്കിലിട്ടുണ്ട്. അപ്പം ടോപ്പ് അപ്പോൾ അപ്പ് ക്ലോക്ക് വൈസ് 2 times. നമ്മൾ ഓറഞ്ചിനെ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലത്തെ കളറാണ് യെല്ലോ. യെല്ലോ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ ടോപ്പ് ടു ലെഫ്റ്റ് സ്റ്റെപ്പാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഓറഞ്ച് ഫേസ് ആയിട്ട് എടുക്കാം. അതിന് ശേഷം അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ട ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഇവിടേക്ക് നമ്മൾ യെല്ലോ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റെഡ് ഫിനിഷ് ആയിട്ടുണ്ട്, യെല്ലോ ഫിനിഷ് ആയിട്ടുണ്ട്, ഓറഞ്ചും ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വൈറ്റും കൂടി ഫിനിഷ് ആക്കാനായല്ലോ. അതിനായിട്ട് നമുക്കൊരു കളർ നോക്കണം. ഇപ്പോൾ ഇവിടെ ബ്ലൂ ഉണ്ട്, അപ്പോൾ നമുക്കിത് ഒരിക്കലും പറ്റില്ല. ദെൻ ഇവിടെ ബ്ലൂ ഉണ്ട്, അപ്പോൾ ഇതും പറ്റില്ല. ദെൻ ഇവിടെ ബ്ലൂ ഇല്ല, അപ്പോൾ ഇത് പറ്റും. ഇതിൻ്റെ അടിയത്തെ കളർ വൈറ്റ് ആണ്, അപ്പോൾ നമുക്ക് വൈറ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ വൈറ്റ് ഇതേ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട്, കണ്ട ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് ഉണ്ട്. അപ്പോൾ അപ്പ് ക്ലോക്ക് വൈസ് കണ്ട ഇപ്പോൾ വൈറ്റിൻ്റെ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലത്തെ കളർ ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട്. അപ്പോൾ ടോപ്പ് ടു ലെഫ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ഫിനിഷ് ആവും. പിന്നെ ബാക്കിയുള്ള കളേഴ്സൊക്കെ ഓൾറെഡി ഫിനിഷ് ആണല്ലോ. അപ്പോൾ നമുക്കിനി ചെയ്യത് അതിനായിട്ട് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ട ഇപ്പം നമ്മൾ വൈറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ട ഇപ്പം നമ്മൾ എല്ലാ കളേഴ്സും ഫിനിഷ് ആയിട്ടുണ്ട്. വൈറ്റ്, യെല്ലോ, റെഡ്. ഇപ്പം നമുക്ക് ബ്ലൂവിനെ T ഷേപ്പിൽ കൊണ്ടുവരണം. അതിനായിട്ട് മിഡിൽ ബ്ലൂവിൻ്റെ ടോപ്പ് സൈഡിലും അല്ലെങ്കിൽ ടോപ്പ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബ്ലൂ ഉണ്ടെങ്കിൽ കണ്ട ഈ മിഡിലായിട്ടുള്ള ഈ ടോപ്പിലും ഈ ലെഫ്റ്റിലും നമുക്ക് ബ്ലൂ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പം അഥവാ ബ്ലൂ ഇല്ലെങ്കിൽ നമ്മളില്ല അടിഭാഗത്ത് ഇല്ലേ ഈ ഒരു ഭാഗം അടിഭാഗത്ത്
ഇവിടെ ബ്ലൂ ഉള്ള ഭാഗം വെച്ചിട്ട് ഈ സ്റ്റെപ്പ് ചെയ്യണം. ഇപ്പം ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ നേരെ അടിഭാഗത്തെ ഈ ഡൗൺ ഭാഗത്ത് തന്നെ ഒരു ബ്ലൂ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യണം. ഇപ്പം ഇങ്ങനെ വരാൻ പ്ലസ് കിട്ടാനായിട്ട് ഈ സ്റ്റെപ്പ് തന്നെ ചെയ്യേണ്ടി കേട്ടോ. അതിനായിട്ട് ആദ്യം ഇത് ഫേസ് ആയിട്ട് എടുക്കണം. അതിന് ശേഷം ഫേസ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം നമുക്കിത് പ്ലസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചിലവർക്ക് ഈ ഭാഗത്തും ഇങ്ങനെ കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല, വെറും പ്ലസ് ആയിട്ടും കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇല്ലേ ആ ഭാഗം വെച്ചിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി സ്റ്റെപ്പ് ചെയ്യണം. ഇപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, ഒരു കട്ട ഫുള്ള് അതിൻ്റെ ഈ ഭാഗത്ത് ഒരു കട്ട ഉണ്ട്, ഈ സെയിം കളറിൻ്റെ തന്നെ. പിന്നെ അതിൻ്റെ ഈ സൈഡ് റൈറ്റ് സൈഡിലത്തെ ഈ ഒരു ഭാഗത്തും ലെഫ്റ്റ് സൈഡിലത്തെ ഈ ഒരു ഭാഗത്തും ബ്ലൂ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇല്ലേ ഇതുപോലെ ഞാൻ ഇപ്പോൾ പറയേണ്ട പോലെ ചെയ്യണം. അഥവാ ഇപ്പം ഇതുപോലെ തന്നെ എടുക്കണം, പക്ഷേ റൈറ്റ് സൈഡിലത്തും ലെഫ്റ്റ് സൈഡിലത്തും ബ്ലൂ ഇവിടെയാണുള്ളത്, ഇവിടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരേണ്ട സ്റ്റെപ്പ് ചെയ്യണം. ഇപ്പം നമുക്ക് സൈഡിൽ ബ്ലൂ കളറാണ് ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ ഫേസ് ആയിട്ട് പിടിക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലത്തെ ബ്ലൂവിനെ നമ്മൾ ഫേസ് ആയിട്ട് എടുക്കണം, കണ്ടതുപോലെ. അതിന് ശേഷം നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യണം. സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്. ഇപ്പം 2 times അപ്പ് ക്ലോക്ക് വൈസിക്ക് തിരിഞ്ഞാൽ ഇപ്പം തേർഡ് ടൈമിൽ നമ്മളില്ലേ റൈറ്റിനെ ക്ലോക്ക് വൈസിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പിനെ 2 times ഇല്ലേ ക്ലോക്ക് വൈസ് ചെയ്യണം. അപ്പം അപ്പ് ക്ലോക്ക് വൈസ് 2 times, 1 2 times ചെയ്യുമ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും. നമുക്ക് ഇതിനെ ഡൗണിലേക്ക് ആക്കാം. റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, കണ്ട. ഇപ്പം നമുക്കിത് ഫിഷ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം അങ്ങനെ നേരത്തെ പറഞ്ഞില്ല ആ രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഇല്ലേ നമ്മൾ ഇതുപോലെ ചെയ്യണം, നമുക്ക് ഡയറക്റ്റ് ഫിഷിന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പ്ലസ് കിട്ടുമല്ലോ, എന്നിട്ട് പ്ലസ്സിൽ നിന്ന് ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് ഫിഷിനാക്കണം. ഇപ്പം ഫിഷ് എന്ന് പറയുന്നില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ മീനിൻ്റെ തലയാണെങ്കിൽ ഇതിപ്പോൾ രണ്ടും വാല്. ഇപ്പം നമുക്ക് ഫിഷിനെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പം ഫിഷിൻ്റെ വാല് കട്ട് ചെയ്യേണ്ട രീതിയിൽ പിടിക്കണം. അപ്പോൾ ഇങ്ങനെയല്ല, ഇങ്ങനെയുമല്ല, ഇങ്ങനെ കണ്ട. ഈ ടോപ്പിലൊരു വാലുണ്ടാവും, പിന്നെ റൈറ്റ് സൈഡിൽ ഒരു വാലുണ്ടാവണം. ഇതുപോലെ ആയതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഫേസ് ആയി പിടിക്കണം, അതിൻ്റെ അടിയത്തെ ഭാഗം. അതിന് ശേഷം ഈ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്യണം. റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ് 2 times, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം കണ്ടോ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഫിഷിനും കൂടിയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ വാല് ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിലായി പിടിക്കണം. ഇതിങ്ങനെ പിടിച്ചിട്ട് അടിയത്തെ ഭാഗം ഫേസ് ആയിട്ട് എടുക്കാം. നമുക്ക് ഈ സെയിം സ്റ്റെപ്പ് തന്നെ നേരത്തെ ചെയ്യാം. റൈറ്റ് ക്ലോക്ക് വൈസ്, രണ്ടാമത്തെ പ്രാവശ്യം ഫിഷ് കിട്ടിയിട്ട് നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ ബ്ലൂ ഫുള്ളായിട്ട് കിട്ടും. നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം. റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ് 2 times, 1 2, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ട, നമ്മൾ ബ്ലൂ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഈ ഒരു ലെയറും കൂടി ഫിനിഷ് ആവാനല്ലോ. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഭാഗം ഫിനിഷ് ആക്കണം. ലാസ്റ്റത്തെ ഈ ഒരു ലെയർ, അതിനായിട്ട് നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ ലെയറിൽ ഏറ്റവും കൂടുതൽ ഫിനിഷ് ആയിട്ടുള്ള ഏതാന്ന് നോക്കാം. ഇപ്പം ഇതിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം കളർ, മിഡിലും മാത്രം വേറെ കളറായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. ഇപ്പം അഥവാ ഇങ്ങനെ കിട്ടിയിട്ടില്ല, ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വെച്ച് കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കണം. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. പിന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റെപ്പ് ചെയ്യണം. അതിന് ആദ്യമായിട്ട് തന്നെ നമുക്കിത് ഫേസ് ആയിട്ട് എടുക്കണം. അതിന് ശേഷം റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ബാക്കാണ് കേട്ടോ, ബാക്ക് ക്ലോക്ക് വൈസ് 2 times, 1 2. ഇനി അടുത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സെയിം സ്റ്റെപ്പ് തന്നെ റൈറ്റ് ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ബാക്ക് ക്ലോക്ക് വൈസ് 2 times, 1 2.
ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ബാക്ക് ചെയ്ത് കഴിഞ്ഞ് 2 ടൈംസ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ പോലെ സ്റ്റെപ്പ് ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് 2 ടൈംസ് 1 2 കണ്ടോ. ഇപ്പം നമ്മളുടെ ഇപ്പം എല്ലാതും ഇങ്ങനെ ഇപ്പോൾ ഫുള്ളായിട്ടുണ്ടല്ലോ. ഇപ്പം നമുക്ക് രണ്ടെണ്ണമായിട്ട് ഇപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ടാവും കണ്ടോ. ഇപ്പം എല്ലാതും തെറ്റായിട്ടേ കിടക്കുന്നുണ്ടാവുക. നമ്മൾ ശരിയാക്കണം കണ്ടോ. ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. രണ്ടെണ്ണം 2 കളർ. ഇപ്പോൾ ചിലവർക്ക് ഇത് ഫുള്ളായിട്ട് കിട്ടില്ല ഒരെണ്ണം. ഇന്ന് നടുവിൽ നേരത്തെ ഇതുപോലെയാണ് കിട്ടുക. ഇപ്പോൾ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഫേസ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് എടുക്കണം. എന്നിട്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പ് ചെയ്യണം. അപ്പം നമുക്ക് ഫുള്ളായിട്ട് വേണം കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. ഞാൻ ഈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. അതാണ് റൈറ്റ് ക്ലോക്ക് വൈസ് 2 ടൈംസ് 1 2. ഇപ്പോൾ നമ്മൾ ഗ്രീൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അപ്പ് ക്ലോക്ക് വൈസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. റൈറ്റ് ക്ലോക്ക് വൈസ് ദെൻ അപ്പ് ക്ലോക്ക് വൈസ്. അപ്പം അങ്ങനെ റൈറ്റ് ക്ലോക്ക് വൈസ് അപ്പ് ക്ലോക്ക് വൈസും കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രീനില്ലേ രണ്ടെണ്ണമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തില്ലേ. എത്തിക്കഴിഞ്ഞ ശേഷം നമ്മൾ റിവേഴ്സ് സ്റ്റെപ്പ് ചെയ്യണം. അതായത് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം നമ്മൾ ഗ്രീൻ അടിയിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം നമ്മളില്ലേ അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല അപ്പ് ക്ലോക്ക് വൈസ് ചെയ്യണം. അപ്പ് ക്ലോക്ക് വൈസ് ഇത് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് കണ്ട. ഇപ്പം നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്ക് അത് ചെയ്യുമ്പോഴില്ലേ നേരത്തെ പോലെ തന്നെ വീണ്ടും അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഫുള്ളായതിൻ്റെ ബാക്ക് ഭാഗം എടുക്കുക. എന്നിട്ട് ഈ സ്റ്റെപ്പ് തന്നെ ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്ക് ബൈ ബൈ.